എല്ലാവർക്കും ബിഗ് ബോസ് കോർണറിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ബിഗ് ബോസ് വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ബിഗ് ബോസ് മലയാളം സീസൺ 6 ഈ ആഴ്ചത്തെ വീക്കെൻഡ് എപ്പിസോഡ് ഷൂട്ട് ഇപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ്. ഈ ആഴ്ചയും ഡബിൾ എവിക്ഷൻ നടക്കുമെന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഇന്നത്തെ ബിഗ് ബോസ് എവിക്ഷനിൽ വമ്പൻ ട്വിസ്റ്റ് തന്നെയാണ് നടന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രേക്ഷകരെല്ലാം വലിയ ആകാംക്ഷയോടെയാണ് ഇന്നത്തെ എപ്പിസോഡിനായി കാത്തിരിക്കുന്നത്. സാറ്റർഡേ എപ്പിസോഡിൽ നന്ദൻ പുറത്തായി എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. വോട്ടിംഗിൽ നന്ദൻ ഏറ്റവും പുറകിൽ ആയിരുന്നു എന്ന് നമ്മൾ ഫൈനൽ വോട്ട് റിസൾട്ടിൽ അറിയിച്ചതാണ്. ഇപ്പോഴിതാ ഫൈനൽ റിസൾട്ട് വീണ്ടും ശരിവെക്കുന്ന തരത്തിലുള്ള എവക്ഷൻ പ്രക്രിയയാണ് നടന്നിരിക്കുന്നത്. നന്ദൻ മികച്ച ഒരു ഗെയിമർ ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെയാവണം ഈ ആഴ്ച പ്രേക്ഷകരുടെ തീരുമാനപ്രകാരം നന്ദന് പുറത്തേക്ക് പോയത്. നന്ദനക്കൊപ്പം ഈ ആഴ്ച ഒരാൾ കൂടെ ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്താവാൻ പോവുകയാണ്. അത് മറ്റാരുമല്ല, ജാസ്മിൻ ആണെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. ഈ ആഴ്ചത്തെ വോട്ടിംഗിൽ ജാസ്മിൻ പിന്നിലേക്ക് പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ ഡബിൾ എവിക്ഷൻ ആയതുകൊണ്ട് നന്ദനക്കൊപ്പം ജാസ്മിനും പുറത്താകും എന്ന് തന്നെയാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ഈ ബിഗ് ബോസ് സീസൺ കൊണ്ടുപോയത് തന്നെ ജാസ്മിൻ ആയിരുന്നു. ജാസ്മിന്റെ പല പ്രവൃത്തികളും വലിയ വിവാദങ്ങൾക്ക് വഴിയൊരുക്കിയിരുന്നു. ഇപ്പോഴിതാ ജാസ്മിൻ ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്തേക്ക് പോകാൻ ആയിട്ട് ഒരുങ്ങുകയാണ്. ബിഗ് ബോസ് ടീം വളരെ രഹസ്യമായി വെച്ചിരുന്ന വാർത്തയാണ് ഇപ്പോൾ ചോർന്നിരിക്കുന്നത്. ജാസ്മിൻ ബിഗ് ബോസ് വീട്ടിൽ നിന്നും പോയാൽ വരും ദിവസങ്ങളിൽ എന്താകും ബിഗ് ബോസ് വീടിനുള്ളിൽ സംഭവിക്കാൻ പോകുക എന്നത് നോക്കി തന്നെ കാണേണ്ടിയിരിക്കുന്നു. ജാസ്മിൻ മികച്ച ഒരു ഗെയിമർ ആയിരുന്നു. പക്ഷേ ജാസ്മിന്റെ പല പ്രവൃത്തികളും പ്രേക്ഷകർക്ക് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ ആവണം അവസാന ദിവസങ്ങളിൽ ജാസ്മിൻ പുറത്തായത്. എന്തായാലും ജാസ്മിൻ ബിഗ് ബോസ് വീട്ടിൽ നിന്നും പടിയിറങ്ങി എന്ന റിപ്പോർട്ട് തന്നെയാണ് പുറത്തുവരുന്നത്. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ ബിഗ് ബോസ് വാർത്തകൾക്കും വോട്ടിംഗ് റിസൾട്ടിനുമായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.